നാഗറാണി സീരിയലിൽ നാളെ വരാനിരിക്കുന്ന എപ്പിസോഡ് ഉണ്ടല്ലോ, അതിനകത്ത് നമ്മുടെ പൂർവിയെയും പൂർവിയുടെ ഫാമിലിയെ മുഴുവനും കൊന്നു രവീഷിന്റെ കുടുംബം. അതെ, ഇതൊന്നുമല്ല ട്വിസ്റ്റ്, ഉഗ്രൻ ട്വിസ്റ്റ് എന്തെന്ന് വെച്ചാൽ നമ്മുടെ ആര്യമനില്ലേ, നിഷ്കളങ്കനായിട്ടിരുന്ന നമ്മുടെ ആര്യമൻ പൂർവിയുടെ വയറ്റിൽ കത്തി കുത്തി കയറ്റി പൂർവിയെ കൊന്നു. പൂർവി സഹായം ചോദിച്ച് ആര്യമന്റെ അടുത്ത് എത്തിയപ്പോഴാണ് ആര്യമനും ഈ കൂട്ടാളികളുടെ ഇടയിൽപ്പെട്ട ആളാണെന്ന് പൂർവി മനസ്സിലാക്കുന്നത്. പൂർവി ആര്യമൻ കൊന്നു കളഞ്ഞു. പക്ഷേ അവസാന നിമിഷത്തില് പൂർവി തിരിച്ചറിഞ്ഞു. പൂർവിയുടെ അടുത്ത് അനന്ത പറഞ്ഞു, നീയാണ് പൂർവി, യഥാർത്ഥത്തിൽ അനന്ത, ഞാനല്ല അനന്ത, നീയാണ് അനന്ത, നീയാണ് ഇച്ഛാധാരി നാഗകന്യക. പക്ഷേ പൂർവിയെ രക്ഷിക്കാനായിട്ട് അച്ഛനും അമ്മയും അനിയനും ഈ പറയുന്ന നമ്മുടെ അനന്തയൊക്കെ പരമാവധി ശ്രമിച്ചു. പക്ഷെ പൂർവി മരിച്ചു. പൂർവിയും അനന്തയും അച്ഛനും അമ്മയും സഹോദരനും ബന്ധുക്കളും മുഴുവൻ ബ്ലഡ് വെഡിങ് ആയിരുന്നു. നാളത്തെ എപ്പിസോഡ് കാണുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. പക്ഷെ എൻ്റെ പൊന്നു മക്കളെ, കഥ ഇവിടെ കൊണ്ടൊന്നും തീരുന്നില്ല. പൂർവി വരാൻ പോവാണ് പുതിയൊരാളായിട്ട്, അഹാനയായിട്ട് വരുവാണ്. ഇവരുടെ അടുത്തൊക്കെ പ്രതികാരം ചെയ്യാനായിട്ട് നാഗകന്യകയുടെ ഫുൾ പവർ ശക്തികൾ ഓൺ ആക്കിക്കൊണ്ടാണ് പൂർവി വരാൻ പോകുന്നത്. സോ അടിപൊളി എപ്പിസോഡ്സ് ആർ ഓൺ ദ വേ. എന്താണ് നാളെ നടക്കാൻ പോകുന്ന എപ്പിസോഡിലുള്ള കാര്യമെന്ന് ഞാൻ പറഞ്ഞുതരാം. സോ നാഗറാണിയുടെ നാഗകന്യക 7 TV വരാനിരിക്കുന്ന പുതിയ എപ്പിസോഡിന്റെ എക്സ്പ്ലനേഷനുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വെൽക്കം ബാക്ക് ടു മൂൺലൈറ്റ് മീഡിയ മാക്സ്. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം. ഇതുപോലത്തെ സീരിയലിന്റെ എക്സ്പ്ലനേഷനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ FB പേജും ഇൻസ്റ്റാ പേജും മറക്കാണ്ട് ഫോളോയും ചെയ്യണം. വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറന്നു പോവരുത്. അപ്പൊ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞു നിർത്തേണ്ട ബാക്കിയായിട്ടാണ് ഞാൻ പറയുന്നത്. TV വരുമ്പോൾ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരും. അപ്പൊ ഇനി 3 മണിക്കൂർ മാത്രമേ ബാക്കിയുള്ളൂ. എന്തിനാണ്? പൂർവി നാഗകന്യകയായിട്ട് മാറാൻ. അപ്പോൾ നമ്മുടെ ആര്യമൻ കുടിച്ചോണ്ട് നിൽക്കുമ്പോൾ ആര്യമൻ ഇങ്ങനെ ഫ്ലാഷ് ബാക്ക് ആലോചിക്കുകയാണ്. പണ്ട് ആര്യമന്റെ കല്യാണ ദിവസം, കല്യാണം നടക്കുന്നതിന് നിമിഷങ്ങൾക്ക് മുമ്പ് വധുവിന്റെ ഫേസ് കാണിക്കുന്നില്ല, ആര്യമൻ നിൽക്കുവാണ്. അപ്പൊ നീ എന്നെ ഇട്ടിട്ട് പോവല്ലേ. ഇല്ല ആര്യമൻ, ഈ കല്യാണം നടക്കില്ല, എനിക്ക് പോയേ പറ്റത്തുള്ളൂ, നീ എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞിട്ട് പോവാണ്. അപ്പം പറ്റില്ല, നീ പോവല്ലേ എന്ന് പറഞ്ഞ് ആര്യമൻ കരയുന്ന ഒരു ഫ്ലാഷ് ബാക്ക് ആലോചിച്ചിട്ട് ആര്യമൻ വീണ്ടും കുടിച്ചോണ്ട് നടക്കുവാണ്. അപ്പൊ പൂർവി കണ്ടിട്ട് ആര്യമൻ മറിഞ്ഞ് വീഴാൻ പോകുമ്പോൾ പൂർവി കയറി പിടിക്കുമ്പോഴത്തേക്കും വേണ്ട എന്നെ ആരും പിടിക്കണ്ട, നീ ആരെയും പ്രണയിക്കരുത്, പ്രണയം ഏറ്റവും വലിയ മുറിവ് നമുക്ക് തരുമെന്ന് പറഞ്ഞ് കുടിച്ച് ലെക്ക കേട്ട് ആര്യമൻ പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അനന്ത ഇത് കണ്ടുകൊണ്ട് വരികയാണ്. എന്നിട്ട് അനന്തയ്ക്ക് മനസ്സിലാവുന്നു പൂർവിക്ക് ആര്യവന്റെ അടുത്താണ് ഇഷ്ടമുള്ളത്. പൂർവിക്ക് ആരുടെ ഇഷ്ടം ഉണ്ടെന്ന് പറഞ്ഞിരുന്നു, ആരാണ് കക്ഷി എന്ന് പറഞ്ഞില്ലല്ലോ. അപ്പൊ അനന്ത പറയണു, ഓ ഇവന്റെ അടുത്താണല്ലേ നിനക്ക് ഇഷ്ടം, നീ എൻ്റെ അടുത്തത് മറച്ചു വെച്ചു അല്ലേ, വാ പൂർവി എന്ന് പറഞ്ഞ് പൂർവി അവിടെ നിന്ന് റൂമിലോട്ട് വിളിച്ചുകൊണ്ട് പോയിട്ട് പറയുകയാണ്, പൂർവി നിനക്ക് അവൻ ചേർന്നവനല്ല, ഒരു പെണ്ണിനും ആര്യവൻ ചേർന്നവനല്ല, അവന്റെ മനസ്സിൽ സ്നേഹമില്ല, നിനക്കും നിന്റെ ജീവിതത്തിൽ സന്തോഷം കിട്ടണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, അവന്റെ മനസ്സിലൊരു ചെറിയൊരു ഇഷ്ടമെങ്കിലും ഉണ്ടെങ്കിൽ അത് നിനക്ക് കിട്ടട്ടെ, പക്ഷെ അവൻ നിനക്ക് ചേർന്നവനല്ല പൂർവി എന്ന് അനന്ത പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്. അപ്പോഴത്തേക്കും പിങ്കി അങ്ങോട്ട് വന്നിട്ട് ഇപ്പം ടീനയുടെയും കരന്റെയും കല്യാണം കഴിഞ്ഞു, ഇനി അടുത്ത് നിങ്ങളുടെയാണ്, അനന്ത ചേച്ചി വരുമോ എന്ന് പറഞ്ഞുകൊണ്ട് അനന്തയെ വിളിച്ചുകൊണ്ട് പോകണം. അനന്തയും പൂർവിയും കൂടെ എല്ലാവരും കല്യാണത്തിലോട്ട് പോകുന്നു. മണ്ഡപത്തിൽ കയറിയിരിക്കുകയാണ് അനന്തയും രവീഷും. രവീഷ് മാറി, നാളെ മുതൽ പുതിയ രവീഷാണ്. നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവും, പുതിയ രവീഷാണ്, പുതിയൊരാളാണ്. അപ്പോഴത്തേക്കും ഗുരീന്ദർ സൈഡിൽ മാറി ഇന്ന് പോലീസിനെ വിളിക്കുകയാണ്. കാരണം പോലീസ് വരാമെന്ന് പറഞ്ഞല്ലോ കല്യാണത്തിന് മുമ്പ്. അപ്പോൾ വിളിച്ചിട്ട് കിട്ടുന്നില്ല, ഫോൺ എടുക്കുന്നില്ല. അങ്ങനെ അനന്തയും രവീഷും ഹാരം ആദ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഇടുമ്പോഴത്തേക്കും പോലീസ് വരികയാണ്. അപ്പോൾ എന്താണ് എന്ന് ചോദിക്കുകയാണ്. ബന്ധുക്കൾ മുഴുവനുണ്ട്. അപ്പോൾ അറസ്റ്റ് വാറന്റുമായിട്ടാണ് വന്നത്. പരമീതിനെ നമുക്ക് അറസ്റ്റ് ചെയ്യണമെന്ന് പോലീസ് പറയുന്നു. അപ്പോൾ എന്ത് കേസിനാണ് നമ്മൾ അറസ്റ്റ് ചെയ്യുന്നത്, നമ്മൾ എന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ പറയാണ് പോലീസ്, നിങ്ങളുടെ ഓഫീസ് ഫുള്ള് നമ്മൾ റെയ്ഡ് ചെയ്തു, അവിടെ മൊത്തം ബോംബും നിങ്ങൾക്ക് സ്ഫോടനം ഉണ്ടാക്കാനുള്ള എല്ലാ വസ്തുക്കളും തോക്കുകളും എല്ലാം നമ്മൾ കണ്ടു, അപ്പോൾ അതെല്ലാം കൈവശം വെച്ചത് എന്തിനാണ്, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അറസ്റ്റ് ചെയ്യാൻ പോവുകയാണെന്ന് പറയുകയാണ്. അപ്പോഴത്തേക്കും രവീഷും പിങ്കിയും, കല്യാണം വേണ്ടാത്തിരിക്കുന്ന രവീഷ്, പിങ്കി, ഇപ്പൊ കല്യാണം കഴിഞ്ഞ കാരണം എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കും, ആര്യവൻ ഇവിടെ ഇല്ല, ആര്യവൻ കുടിച്ച് ലക്കിട്ട് നടക്കുവാണല്ലോ, ആര്യവൻ കല്യാണത്തിൽ വരത്തില്ലല്ലോ, കല്യാണം എന്ന് പറഞ്ഞ വെറുപ്പാണല്ലോ. എല്ലാവരും ചോദിക്കുകയാണ് എന്ത് പറ്റി, എന്താണ് ഇവർ പറയുന്ന സത്യമാണോ അച്ഛാ എന്ന് ചോദിക്കുകയാണ്. വലിയച്ഛ ചെറിയച്ഛ സത്യമാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പരമീത് പറയുകയാണ്, ഒരു കാര്യം ചെയ്യും, നമ്മൾ ഡീൽ ചെയ്തോളാം, നിങ്ങൾ എന്ത് ചെയ്യുക, പിള്ളേരെയൊക്കെ വിളിച്ചുകൊണ്ട് നിങ്ങൾ വീട്ടിൽ പൊയ്ക്കോ, ഇവിടെ നിന്ന് പൊയ്ക്കോ, വേറെ വീട്ടിലോട്ട് പൊയ്ക്കോ, അങ്ങോട്ട് പറയാണ്. അപ്പം നമ്മുടെ ഋഷഭിന്റെ, ബോളിവുഡ് താരം ഋഷഭിന്റെ ഭാര്യ എന്ത് ചെയ്യാണ്, ബാക്കി എല്ലാവരെയും കൊണ്ട് പോവാണ്. അപ്പോഴത്തേക്കും പൂർവ്വി പറയാണ്, വാ അനന്ത ചേച്ചി നമുക്കും പോവാന്ന് പറഞ്ഞ് അനന്തയെ വിളിക്കാൻ തുടങ്ങുമ്പോൾ അനന്ത മണ്ഡപത്തിൽ ഇരിക്കുകയാണ്. അപ്പോഴത്തേക്കും പോലീസ് പറയണം നിങ്ങൾക്ക് പോകാൻ പറ്റത്തില്ല, കാരണം നിങ്ങളുടെ അച്ഛൻ എന്ന് പറയുന്ന ഈ ഗുരീന്ദറാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഇവർക്കെതിരെ പരാതി തന്നിരിക്കുന്നതെന്ന് പറയുകയാണ്. അപ്പൊ അനന്തയും ശാലിനിയും പൂർവിയും എല്ലാവരും ഞെട്ടുകയാണ്. അപ്പം അനന്തയും ശാലിനിയും പൂർവിയുടെ ചോദിക്കണം, എന്തിനാ അച്ഛൻ എന്തിനാ ഇവർക്കെതിരെ പരാതി കൊടുക്കാൻ പോയത്, എന്റെ കല്യാണം നടക്കുന്ന വീട്ടുകാർക്കെതിരെ ഇന്ന് തന്നെ പരാതി കൊടുക്കാൻ പോയോ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് ഇരുന്ന് സംസാരിച്ചുകൂടായിരുന്നോ, ശാലിനിയും അനന്തയും പൂർവിയും എല്ലാവരും കുറ്റപ്പെടുത്തുകയാണ്.
അപ്പൊ ഗുരീന്ദ്രൻ പറയാണ് ഇവര് നമ്മുടെ ഇന്ത്യയിലുള്ളവരല്ല, ഇവര് ചെങ്കിസ്ഥാനികളാണ്, രാജ്യത്തിൽ നിന്ന് നുഴഞ്ഞു കയറിയവരാണ്, ഇവര് വ്യാജന്മാരായിട്ട് ജീവിക്കുകയാണ്, നമ്മുടെ രാജ്യത്തെ ഒറ്റിക്കൊടുക്കാനായിട്ട് ഞാൻ നിൽക്കത്തില്ല, എൻ്റെ മോളുടെ സന്തോഷത്തിന് വേണ്ടി ഈ രാജ്യദ്രോഹികളുടെ കുടുംബത്തിൽ ഞാൻ അവളെ കെട്ടിച്ചു വിടത്തില്ല എന്ന് പോലീസ് കേൾക്കൊക്കെ പറയുകയാണ്. അപ്പോൾ പോലീസ് പറയണത് ശരിയാണ്, നമ്മുടെ കയ്യിൽ സകലമാന തെളിവുമുണ്ട്, ഇത് സത്യമാണോ കള്ളമാണോ എന്ന് നിങ്ങളുടെ വായിൽ നിന്ന് തന്നെ നമുക്ക് കേട്ടാൽ മതി പരമീരെ എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യാണ്, മുഴുവൻ ഡീറ്റെയിൽസും തെളിവ് സഹിതം അവിടെ എല്ലാവർക്കും കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അതെ ഇതാണ് ഒറിജിനൽ പരമീത് സൂരിയുടെ പാസ്പോർട്ട്, അപ്പം നിങ്ങൾ ആരാണ്, മര്യാദയ്ക്ക് സത്യം പറഞ്ഞു എന്ന് പറയാണ്. അപ്പോൾ പരമീത് പറയാണ് ഇനിയിപ്പം മറച്ചു വെക്കാനൊന്നുമില്ല. അപ്പോൾ പരമീത് പറയാണ് ഞങ്ങൾ ചിങ്കിസ്ഥാനികളാണ്, ഇവിടെ നുഴഞ്ഞു കയറ്റക്കാരാണ്, 24 വർഷം മുമ്പ് ഇപ്പം നടക്കാൻ പോകുന്ന മഹാകുംഭമേളയ്ക്ക് നാശം വിതയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. എൻ്റെ യഥാർത്ഥ പേര് അർക്ക, ഈ മന്ത്രി എന്ന് പറയുന്ന സമീർ ഇല്ലേ അവൻ്റെ പേര് സമീർ എന്ന് തന്നെയാണ്. എൻ്റെ അനിയൻ എന്ന് പറയുന്ന ബൽജീത്തിൻ്റെ യഥാർത്ഥ പേര് കരീം, എൻ്റെ ഈ ബോളിവുഡ് താരം ഫ്രണ്ട് ഇല്ലേ ഋഷഭ്, അവൻ്റെ പേര് താരീഖ് എന്നാണ്. നമ്മളെല്ലാം നുഴഞ്ഞു കയറ്റക്കാരാണ്. പിന്നെ എൻ്റെ സഹോദരി അതുപോലെ തന്നെ എൻ്റെ അനിയൻ്റെ ഭാര്യ, നമ്മൾ എല്ലാവരും നുഴഞ്ഞു കയറ്റക്കാരാണ് എന്നിങ്ങനെ പറയാണ്. അപ്പോഴത്തേക്കും പോലീസിന്റെ അടുത്ത് ഗുരീന്ദ്രൻ പറഞ്ഞു അറസ്റ്റ് ചെയ്യൂ, ഈ പരമീതിനെ അറസ്റ്റ് ചെയ്യുന്നുണ്ട് പോലീസെ എന്ന് പറയണം. അപ്പോഴത്തേക്കും പോലീസ് പറയാണ് ഞാൻ അറസ്റ്റ് ചെയ്യാം, പക്ഷേ പരമീതിനെ അല്ല നിങ്ങളെ. അപ്പൊ എല്ലാവരും എന്നെയോ? അതെ, ഞാൻ ഈ പറയുന്ന പരമീതിന്റെ ആളാണ്. രാജ്യസ്നേഹമൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ റിപ്പബ്ലിക് ഡേ എന്നും ഓഗസ്റ്റ് 15 നമുക്ക് പറയാം, ഇൻഡിപെൻഡൻസ് ഡേ എന്നൊക്കെ. അല്ലാത്തപ്പോൾ എന്തിനാ രാജ്യസ്നേഹം? എൻ്റെ വീട്ടിലേക്ക് എനിക്ക് ചിലവ് നോക്കാൻ വേണ്ടി കാശ് തരുന്നത് ഈ പരമീത് സാറാണ്. അപ്പോൾ പിന്നെ എനിക്കെന്ത് രാജ്യസ്നേഹം? ഈ പരമീത് സാറിന് വേണ്ടി ഞാനും കൂടെ നിൽക്കും. നിനക്ക് മുന്നേ ഇതുപോലെ പരാതി തരാമെന്ന പലരെയും നമ്മൾ കൊന്നു തള്ളിയിട്ടുണ്ട്, നീയും അതിൽ പെടാൻ പോവാണ് എന്ന് പറയാണ്. അപ്പോൾ പരമീത് പറയാണ് നിങ്ങൾ എന്താ വിചാരിച്ചത്, ഞാൻ ഇവിടെയുള്ള എൻ്റെ പിള്ളേരെ എല്ലാം ഇപ്പം അങ്ങോട്ട് പോകാൻ പറഞ്ഞത് മനഃപൂർവ്വം അയച്ചതാണ്, നിങ്ങളെ എല്ലാവരെയും ഞാൻ ശരിപ്പെടുത്താൻ പോവാണ് എന്ന് പറയണം. അപ്പൊ ഗുരീന്ദ്രൻ എടാ നീ നമ്മളെയൊക്കെ ചതിക്കുമായിരുന്നല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ പരമീതിന്റെ കഴുത്തിന് കയറി പിടിക്കുകയാണ്. അപ്പൊ പരമീത് പറയാണ് നിങ്ങൾ എന്താ വിചാരിച്ചത് ഈ കല്യാണം ഒറിജിനലാണെന്നോ? ഈ കല്യാണം വെറും ഫേക്കാണ്, ഇത് ഫേക്ക് പൂജാരിയാണ് ഇവിടെ ഇരിക്കുന്നത്, മൊത്തം ഫേക്ക് കല്യാണമാണ് നടക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഇതൊന്നും ഇല്ല, നമ്മൾ മൊത്തം തീവ്രവാദികളാണ്, നിങ്ങളുടെ നാട്ടിലാണ് ഇതൊക്കെ ഉള്ളത്, ഈ ആചാരമൊന്നും നമുക്ക് വിശ്വാസമില്ല എന്ന് പറയാണ്. അപ്പൊ രവീഷ് നിവർത്തി ഇട്ടിട്ടാണല്ലോ കല്യാണത്തിന് സംബന്ധിച്ചപ്പോൾ മണ്ഡപത്തിൽ ഡാഷ് ഇപ്പോഴാണ് എനിക്ക് സമാധാനമായെന്ന് പറഞ്ഞുകൊണ്ട് തുണികൾ തമ്മിൽ കൂട്ടിക്കെട്ടിയിരിക്കുന്നതിനൊക്കെ വലിച്ചെറിഞ്ഞുകൊണ്ട് രവീഷ് മണ്ഡപത്തിൽ നിന്ന് ഇറങ്ങുകയാണ്. അപ്പൊ പരമീത് പറയാണ് അതെ നമ്മൾ വലിയൊരു സീക്രട്ട് ഒളിപ്പിച്ചു, നമ്മൾ രാജ്യദ്രോഹികളാണെന്ന്, നിങ്ങളും ഒരു സീക്രട്ട് മറച്ചു വെച്ചില്ലേ, അതായത് ഈ അനന്ത ഇച്ഛാധാരി നാഗകന്യകയാണെന്നുള്ളത് നിങ്ങൾ മറച്ചു വെച്ചില്ലേ എന്നിങ്ങനെ ചോദിക്കണം. അപ്പൊ എല്ലാവരും ഞെട്ടുന്നു. കാരണം ഗുരീന്ദ്രനും ശാലിനിക്കും അറിയാം ആരാണ് അനന്തയല്ല, പൂർവിയുടെ ഉള്ളിലാണ് എന്തോ ശക്തി ഉള്ളതെന്നുള്ള കാര്യം അറിയാം. അപ്പോഴേ എല്ലാവരും ഞെട്ടുന്നു. അപ്പൊ പരമീത് പറയാണ് ഈ നാഗറാണി, നാഗമാണിക്യമുള്ള നാഗറാണി ഇവളാണ്, അനന്തകുലത്തിന്റെ ഒരു ക്ഷേത്രത്തിനകത്താണ് നാഗമാണിക്യം വെച്ചിരിക്കുന്നതെന്ന് ചിലർ പറയുന്നു നീലഗിരി പർവ്വതത്തിന്റെ താഴെയാണെന്ന്. ഒരു കാര്യം ചെയ്യും അനന്ത, മര്യാദയ്ക്ക് നാഗമാണിക്യം തന്നാൽ നിന്റെ ഫാമിലിയെ വെറുതെ വിടാം, നമ്മൾ ഈ രാജ്യം മൊത്തം നശിപ്പിച്ചിട്ട് പോവും, പക്ഷെ നിന്റെ ഫാമിലിയെ നമ്മൾ വെറുതെ വിടും, നമ്മൾ നമ്മുടെ നാട്ടിൽ പോയി സുഖമായിട്ട് ജീവിക്കും, മര്യാദയ്ക്ക് നാഗമാണിക്യം താ. അപ്പൊ ഗുരീന്ദ്രൻ പറയണം തരില്ല എന്നിങ്ങനെ പറഞ്ഞു. അപ്പൊ അനന്ത പറയാണ് നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത്, ഞാൻ നാഗിനിയല്ല, ഞാൻ നാഗകന്യകയല്ല, എൻ്റെ കയ്യിൽ നാഗമാണിക്യവും ഇല്ല. അപ്പോഴെന്ത് ചെയ്യാണ് ഗുരീന്ദ്രനോട് എടാ എന്ന് പറഞ്ഞിട്ട് പരമീതിന്റെ അടുത്ത് വരുമ്പോൾ പരമീത് ഇങ്ങനെ കയ്യിലൊക്കെ വെച്ച് കത്തി വെച്ച് ഗുരീന്ദ്രന്റെ വയറ്റിൽ കുത്തുകയാണ്. അപ്പൊ എല്ലാവരും അച്ഛാ എന്ന് പറഞ്ഞ് ഇങ്ങനെ വിളിക്കുന്നു. അപ്പൊ പൂർവി അച്ഛാ എന്ന് പറഞ്ഞ് വിളിച്ച് ഗുരീന്ദ്രന്റെ അടുത്തോട്ട് ഓടി വരുമ്പോഴത്തേക്കും ബൽജീത്ത് പൂർവിയുടെ മുതുകിന് ഒരു ഒറ്റ വെട്ട് കൊടുക്കുകയാണ്. അങ്ങനെ പൂർവി അവിടെ മറിഞ്ഞു വീഴുന്നു. പൂർവി മറിഞ്ഞു വീഴുമ്പോഴത്തേക്കും ബൽജീത്ത് വന്ന് ഇങ്ങനെ കുത്താൻ ഇങ്ങനെ തുടങ്ങുമ്പോൾ പരമീത് പറയുന്നത് ഇവളെ എന്തിനാ ഇപ്പൊ കൊല്ലുന്നത്, നിന്റെ എനർജി വേസ്റ്റ് അല്ലേ, ഇവളെ എല്ലാം കണ്ട് വിഷമിച്ച് നിൽക്കുമ്പോൾ ഇവളെ നമുക്ക് അവസാനം കൊല്ലാം, ഇവള് വിഷമിക്കുന്നത് കാണാനാണ് ത്രില്ല്, ഇവൾ മരിക്കുന്നത് കാണാൻ നമുക്ക് ത്രില്ലൊന്നുമില്ല എന്ന് പറയാണ്. എന്നിട്ട് ഗുരീന്ദ്രൻ അനന്തടുത്ത് പറയാണ്, അപ്പൊ ഗുരീന്ദ്രൻ ഇങ്ങനെ കുത്തുകൊണ്ട് കിടക്കുകയാണല്ലോ. അപ്പൊ അനന്ത ഓടി അച്ഛാന്ന് പറഞ്ഞ് അടുത്ത് വരികയാണ്. അപ്പൊ ഗുരീന്ദ്രൻ പറയണം മോളെ നീ അല്ല നാഗിനി, നാഗകന്യക പൂർവിയാണ്, പൂർവിയുടെ ജനനം തന്നെ ഒരു പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടിയിട്ടാണ്, അവളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അവളുടെ പേര് നിനക്ക് തന്നത്, നീയാണ് പൂർവി, അവളാണ് അനന്ത എന്ന് പറയണം. അതുകൊണ്ട് നീ പൂർവിയെ രക്ഷിക്കണം. എങ്ങനെ രക്ഷിക്കണം മോനെ, എനിക്ക് അധിക സമയമല്ല, ഞാൻ ഉടനെ മരിക്കുമെന്ന് ഗുരീന്ദ്രൻ പറയാണ്. അപ്പൊ പരമീത് പറയാണ് നീയാണ് നാഗകന്യക അനന്ത, മര്യാദയ്ക്ക് താ നാഗമാണിക്യം. അപ്പൊ അനന്ത പറയാണ് അതെ ഞാനാണ് നാഗറാണി, ഞാൻ തരത്തില്ല നാഗമാണിക്യം, ഞാൻ തരത്തില്ല, എൻ്റെ കുടുംബത്തിൽ ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ ഞാൻ നാഗമാണിക്യം നിങ്ങൾക്ക് തരത്തില്ല. അപ്പോഴത്തേക്ക് ഈ പരമീത് എന്ത് ചെയ്യുന്നു, അനന്തയുടെ മുടിക്ക് കുത്തിപ്പിടിച്ചിട്ട് തരില്ലേ നീ നമുക്ക് തരില്ലേ എന്ന് പറഞ്ഞിട്ട് അവളെ വലിച്ച് ദൂരേക്ക് എറിയുന്നു. അങ്ങനെ അനന്ത പോയി ദൂരെ തെറിച്ച് വീഴുന്നു. അപ്പോൾ പരമീത് പറയണം നട്ടലിനൊരു അടി കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ കുത്ത് കിട്ടിക്കഴിഞ്ഞാൽ നാഗകന്യക മരിക്കും. അപ്പോൾ എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യണം, അനന്തയുടെ നട്ടലിന് ഇങ്ങനെ കുത്താനായിട്ട് ഇങ്ങനെ വരുമ്പോൾ പൂർവി അതിൻ്റെ നടുക്ക് വന്ന് ചേച്ചിയെ രക്ഷിക്കാൻ കയറുന്നു. പൂർവിയുടെ നട്ടലിന് കുത്ത് കിട്ടുന്നു. നാഗകന്യകയുടെ നട്ടലിന് കുത്ത് കിട്ടി കഴിഞ്ഞാൽ നാഗകന്യക മരിക്കും. പൂർവി കുത്ത് കിട്ടിയിട്ട് പൂർവി അവിടെ മറിഞ്ഞു വീഴുന്നു. അപ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്നു, മകടി ഊത് പാമ്പാട്ടി, മകടി ഊതി കഴിഞ്ഞാൽ ഇവിടെ നാഗകന്യക രൂപത്തിൽ വരും, എന്നിട്ട് നാഗമാണിക്യം നമുക്ക് തന്നേ പറ്റത്തുള്ളൂ എന്നിങ്ങനെ പറയാണ്.
അപ്പം എന്ത് ചെയ്യുന്നു, പാമ്പാട്ടി മകടി ഊതാൻ തുടങ്ങുകയാണ്. അപ്പൊ അനന്ത അവിടെ വീണ് കിടക്കണം. അപ്പൊ അനന്ത അയ്യോ മകടി ഊതിക്കഴിഞ്ഞാൽ ഇപ്പൊ പൂർവ്വി അവളുടെ യഥാർത്ഥ രൂപത്തിൽ വരും അച്ഛൻ പറഞ്ഞത് വെച്ചിട്ടാണെങ്കിൽ, പക്ഷെ പൂർവ്വിയെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ ഇപ്പൊ നാഗകന്യകയായിട്ട് അഭിനയിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അനന്ത എന്ത് ചെയ്യുന്നു, അനന്ത എഴുന്നേറ്റിട്ട് മകടി ഊതുമ്പോഴത്തേക്ക് അനന്ത നാഗകന്യകയായിട്ട് മാറുന്ന പോലെ ഇങ്ങനെയൊക്കെ നാഗനൃത്തം ആടുകയാണ്. അപ്പോഴത്തേക്കും പൂർവ്വി സൈഡിൽ മറിഞ്ഞ് അവിടെ കിടക്കുവാണ്, കത്തി കൊണ്ട് കുത്ത് കിട്ടി മറിഞ്ഞ് കിടക്കണം. അപ്പൊ പൂർവ്വിയും കിടന്ന് സൈഡിൽ കൂടെ ഇങ്ങനെ ആക്കണം. പക്ഷെ പൂർവ്വിയുടെ കുത്ത് കിട്ടിയതിന്റെ ഇതിൽ പൂർവ്വി ഇങ്ങനെ കിടന്ന് മലക്കം മറിയുന്നതാണെന്നാണ് എല്ലാവരും വിചാരിക്കുന്നത്. അങ്ങനെ ഇത് പൂർവ്വി തറയിൽ കിടന്ന് ഇഴയുവാണ്. ഇതേ സമയം ഉത്തരാമയും ഭരണിയും കൂടെ വീടിന്റെ പുറത്ത് വരുന്നു. ഉത്തരാമ പറയണം ഞാൻ അകത്ത് പോയി എന്തോ പ്രശ്നമുണ്ട്, ഞാൻ പോയി രക്ഷിക്കാം, നീ ഇവിടെ നിൽക്കുമെന്ന് പറഞ്ഞ് ഉത്തരാമ അകത്തോട്ട് വരുവാണ്. അപ്പൊ പരമീത് ചോദിക്കാൻ ഇവൾ എന്താ രൂപം മാറാത്തത് മകടി ഊതിയിട്ടും. അപ്പം നമ്മുടെ പാമ്പാട്ടി പറയണം അവൾ വരും, അവളുടെ രൂപം മാറി നോക്കിയിരുന്നോ എന്നിങ്ങനെ പറയാണ്. അപ്പോഴത്തേക്കും എന്താണ് പൂർവ്വി ചേച്ചി ചേച്ചി എന്ന് പറഞ്ഞ് അവിടെ കിടന്ന് വിളിക്കുവാണ്. ഉത്തരാമ അങ്ങോട്ട് പാമ്പായിട്ട് കറുത്ത പാമ്പായിട്ട് ഇഴഞ്ഞു വന്ന് പകുതി മനുഷ്യനും പകുതി പാമ്പുമായിട്ടുള്ള രൂപത്തിലോട്ട് മാറുന്നു. എന്നിട്ട് പറയണം മാറി നിൽക്കുന്ന നാഗറാണിയുടെ അടുത്ത് നിന്നും. അപ്പോഴത്തേക്കും നമ്മുടെ ഉത്തരാമയുടെ അടുത്ത് പാമ്പാട്ടി പറയണം ഇവളുടെ നട്ടലിന് കുത്ത്, അപ്പൊ ഇവള് മരിക്കുമെന്ന് പറയാണ്. ഉത്തരാമ ഈ പാമ്പാട്ടിയെ ചുറ്റി അടുത്ത് ദൂരോട്ട് എറിയുന്നു, ചുമരിലിടിച്ച് പാമ്പാട്ടി വീഴുന്നു. അടുത്ത് ബൽജീത്തിനെ അടുത്തെറിയുന്നു, ചുറ്റി എറിയുന്നു, സമീറിനെ ചുറ്റി എറിയുന്നു. അപ്പൊ എല്ലാവരും ഇങ്ങനെ ചുറ്റി എറിയുമ്പോഴത്തേക്കും പിന്നിൽ നിന്ന് എന്ത് ചെയ്യുന്നു, ഈ പരമീത് പോയി നട്ടലിന് നോക്കി ഉത്തരാമയ്ക്ക് ഒരു കുത്തു കൊടുക്കുകയാണ്. ഉത്തരാമ അവിടെ പാമ്പായിട്ട് രൂപം മാറി നിലത്ത് വീണ് അവിടെ കിടക്കുവാണ്. ഉത്തരാമയുടെ നെഞ്ചിൽ വീണ്ടും പരമീത് കത്തി കൊണ്ട് കുത്തുന്നു. ഉത്തരാമ അവിടെ കിടന്ന് മരിക്കുന്നു. അപ്പൊ പോലീസ് പറയാണ് രണ്ടാമത്തെ വാന് പോലീസിന്റെ ഇപ്പൊ വരും, അപ്പൊ അതിന് മുന്നേ ഇവരെ കൊല്ലണം, ഇല്ലെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയണം. അപ്പൊ പരമീത് നമുക്ക് നാഗമണിക്കും കിട്ടാതെ എന്ത് ചെയ്യും എന്ന് ചോദിക്കുമ്പോൾ ബൽജീത്ത് പറയാണ് അത് നമുക്ക് പിന്നെ ആയാലും എടുക്കാം, ഇപ്പൊ നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടണം, വാ ചേട്ടാ നമുക്ക് പോവാം എന്ന് പറയാണ്. അങ്ങനെ നമ്മുടെ സ്വർണ്ണയും ഡിംപിളും അതുപോലെ എന്താ പറയാ പമ്മിയും എല്ലാവരും കൂടെ ശാലിനിയുടെ വയറ്റിൽ കുത്തുവാണ്. അടുത്ത അർജുനും കരനും കൂടി രോഹനെ കൊല്ലുന്നു. അവിടെയുള്ള ബന്ധുക്കൾ അവരുടെ കല്യാണ വീട്ടിൽ നിന്ന് വന്നിട്ടുള്ള കുറച്ച് ബന്ധുക്കളെല്ലാം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലുകയാണ്. എന്നിട്ട് രവീഷ് അനന്തയുടെ അടുത്ത് അനന്താ സ്വീറ്റ് ഹാർട്ട് എൻ്റെ കുഞ്ഞിന്റെ വയറ്റിലുണ്ടല്ലേ, മര്യാദയ്ക്ക് നാഗമണിക്ക് എന്താ ഇല്ല ഞാൻ തരില്ല ആണോ എന്ന് പറഞ്ഞിട്ട് അനന്തയുടെ വയറ്റിൽ ഗർഭിണിയാണ്, അവളുടെ വയറ്റിൽ കത്തി കൊണ്ട് കൊത്തി കയറ്റുന്നു. അങ്ങനെ വീണ്ടും വീണ്ടും കുത്തി കയറ്റുന്നു. അപ്പം പൂർവ്വി ഇത് കണ്ട് തറയിൽ കിടന്ന് ഇഴയുവാണ്. പൂർവ്വി കിടന്ന് കരയുന്നു ചേച്ചി 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 എന്ന് പറഞ്ഞ് അങ്ങനെ അനന്ത നിലത്ത് വീഴുകയാണ്. അനന്ത നിലത്ത് വീഴുമ്പോഴത്തേക്കും ഇതേ സമയം നമ്മുടെ പരമീതിന്റെ അടുത്തോട്ട് പോയിട്ട് എന്ത് ചെയ്യാണ്, പരമീതും ബൽജീതും എല്ലാവരും കൂടെ ഗുരീന്ദ്രന്റെ അടുത്തോട്ട് പോയിട്ട് പരമീതും ബൽജീതോടെ പറയണം പറ ചിങ്കിസ്ഥാനിക്ക് ജയ് എന്ന് പറ. ഇല്ല ഞാൻ പറയില്ലേ എന്ന് പറഞ്ഞ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടുകയാണ്. പറയില്ലേ ഇല്ല പറയില്ല. അങ്ങനെ അവസാനം ഗുരീന്ദ്രൻ മരിക്കാൻ തുടങ്ങുന്നു. ഭാരത് മാതാ കി ജയ് എന്ന് പറഞ്ഞിട്ട് ഗുരീന്ദ്രൻ മരിച്ചു വീഴുന്നു. അപ്പൊ പൂർവ്വി അച്ഛ 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 എന്ന് പറഞ്ഞ് കരയുവാണ്. എന്നിട്ട് എന്നിട്ട് പരമീത് എന്ത് ചെയ്യുന്നു, വീണ്ടും അനന്തയുടെ അടുത്ത് വന്നിട്ട് അനന്തയുടെ നെഞ്ചിൽ നോക്കി ഒരു കുത്ത് കൊടുക്കുവാണ്. അപ്പോഴത്തേക്കും പൂർവ്വി അങ്ങോട്ട് എഴഞ്ഞ് അനന്തയുടെ അടുത്ത് വരുന്നു. ചേച്ചിക്ക് ഒന്നും സംഭവിക്കില്ല, ചേച്ചി ഞാൻ രക്ഷിക്കും. അപ്പൊ അനന്ത പറയണ പൂർവ്വി അച്ഛൻ പറഞ്ഞു നീയാണ് നാഗകന്യകയെന്ന്, ഇച്ഛാധാരി നാഗകന്യക നീയാണ്, ഞാനല്ല, നീയാണ് അനന്ത, നിന്നെ രക്ഷിക്കാൻ എനിക്ക് പറ്റിയില്ല, നീ എന്നോട് ക്ഷമിക്കണം പൂർവ്വി, അടുത്ത ജന്മത്തിൽ നമുക്ക് കാണാം, എൻ്റെ കുഞ്ഞിനെ കൊണ്ട് നിന്നെ ചെറിയമ്മയെന്ന് വിളിപ്പിക്കണമെന്നുണ്ടായിരുന്നു എനിക്ക് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ പൂർവ്വി ഇവിടെ നടക്കിടന്ന് കരയുന്നു. അനന്ത ഇത്രയും പറഞ്ഞിട്ട് മരിക്കുന്നു. അപ്പൊ പൂർവ്വി അവിടെ കിടന്ന് കരയുമ്പോഴത്തേക്കും പൂർവ്വി നോക്കുമ്പോഴാണ് മുകളിലത്തെ നിലയിൽ ആര്യമൻ കുടിച്ച് ലെക്ക് കെട്ട് പോവുകയാണ്. അപ്പൊ പൂർവ്വി പതുക്കെ ആ സ്റ്റെപ്പിൽ കൂടെ പിടിച്ച് കയറി മുകളിലെത്തുന്നു. അപ്പൊ ആര്യമൻ സാർ എന്ന് പറഞ്ഞ് ആര്യമന്റെ മുമ്പിൽ പോയി വീഴുകയാണ്. അപ്പൊ ആര്യമൻ എന്ത് പറ്റി പൂർവ്വി എന്ത് പറ്റി? അത് സാർ എൻ്റെ വീട്ടുകാരെല്ലാം നിങ്ങളുടെ വീട്ടുകാരെ കൊല്ലുവാണ് സാർ, എന്നെ രക്ഷിക്കും സാർ എന്ന് പറയാണ്. എന്താ പൂർവ്വി നീ പറഞ്ഞത്? എന്താ സാർ താഴോട്ട് നോക്ക് എന്ന് പറയുന്നു. അങ്ങനെ ആര്യമൻ താഴോട്ട് നോക്കുമ്പോൾ വീട്ടുകാരെ കൊല്ലുന്ന സാധനം കാണുവാണ്. അപ്പോൾ അവർ ഈ രാജ്യത്തിലുള്ളവരല്ല, പക്ഷെ സാർ എന്നെ രക്ഷിക്കുമെന്ന് എനിക്ക് തോന്നുന്നു, എന്നെ രക്ഷിക്കും സാർ എന്നിങ്ങനെ പറയാണ്. അപ്പൊ ആരും പറയണം നിനക്കൊന്നും വരില്ല പൂർവ്വി, ഒന്നും വരില്ല എന്ന് പറഞ്ഞ് പൂർവ്വി ഇങ്ങനെ കെട്ടിപ്പിടിക്കുകയാണ്. എന്നിട്ട് ആരും ഒരു കത്തി എടുത്ത് നീ എന്ത് കരുതി എനിക്കിതൊന്നും അറിയില്ലെന്നോ എന്ന് ചോദിച്ച് പൂർവ്വിയുടെ വയറ്റിൽ ഒരൊറ്റ കുത്തു കൊടുത്ത് വീണ്ടും വലിച്ചു വരുന്നു. നീ തെറ്റായ ഒരാളാണ്, നമ്മൾ തെറ്റായ ആൾക്കാർ തന്നെയാണ്, നീ നിന്റെ മനസ്സിലെ ആഗ്രഹങ്ങൾ നീ അധികമായിട്ട് വെച്ചു, നീ എന്നെ സ്നേഹിക്കാൻ തുടങ്ങി എനിക്ക് മനസ്സിലായില്ലെന്ന് നീ കരുതിയോ? അപ്പം ഒരാൾക്ക് ഓരോ അർഹതകളുണ്ട്, അതിനനുസരിച്ച് മാത്രമേ ആഗ്രഹിക്കാൻ പാടുള്ളൂ, സ്നേഹത്തിന്റെ ശിക്ഷ നീ അനുഭവിക്കണമെന്ന് പറഞ്ഞിട്ട് പൂർവ്വിയെ കുത്തുന്നു. എൻ്റെ ജീവിതത്തിൽ ഇതുപോലെ വരുന്നവരെല്ലാം ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് അറിയാമോ? അകറ്റി മാറ്റും, തള്ളി മാറ്റും എന്ന് പറഞ്ഞിട്ട് പൂർവ്വിയെ മുകളിലത്തെ നിലയിൽ നിന്നും തള്ളിയിടുകയാണ്. അങ്ങനെ പൂർവ്വി താഴെ വന്ന് ആ സ്റ്റെപ്പിൽ കൂടെ വന്ന് ഇഴഞ്ഞ് താഴെ വീട് കിടക്കുവാണ്. എന്നിട്ട് ഇവരെൻ്റെ ഫാമിലിയാണ്, ഞാൻ ഇവരുടെ കൂടെ നിൽക്കുകയുള്ളൂ എന്ന് പറയണം. അപ്പോൾ പൂർവ്വി താഴെ വന്ന് വീണിട്ട് അനന്തയുടെ കൈ, അനന്ത ഇങ്ങനെ താഴെ ചത്ത് കിടക്കുവാണ്. അപ്പോൾ അനന്തയുടെ കയ്യിൽ കൈ ഇങ്ങനെ വെക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു, പൂർവ്വി ഇങ്ങനെ അവസാന നിമിഷത്തിലേക്ക് ഇങ്ങനെ കണ്ണുകൾ അടയ്ക്കാൻ വേണ്ടി ഇങ്ങനെ നോക്കുവാണ്. കണ്ണുകൾ അടയ്ക്കുന്നു. അപ്പോൾ പൂർവ്വിയുടെ കണ്ണിങ്ങനെ നാഗകന്യകയുടെ കണ്ണ് പോലെ ആവുകയാണ്. അപ്പോൾ ഒരു നാഗകന്യക മരിക്കാൻ സമയത്ത് ആരൊക്കെയാണോ അവളെ കൊന്നത് അവളുടെ കണ്ണിൽ അതെല്ലാം കാണാൻ പറ്റും. അങ്ങനെ ഡിംപിള്, സ്വർണ്ണ, പമ്മി, പരമീത്, ബൽജീത്ത്, ഋഷഭ്, രവീഷ്, കരണ്, പാമ്പാട്ടി, സമീർ, പോലീസ്, അർജുൻ,
ആര്യമൻ, അങ്ങനെ ഇവരെ 13 പേരുടെ ചിത്രങ്ങളും പൂർവിയുടെ കണ്ണിനകത്ത് പതിയുവാണ്. എന്നിട്ട് പൂർവി എന്ത് ചെയ്യുന്നു? കണ്ണുകൾ അടയ്ക്കുന്നു. എന്നിട്ട് കൈ അനന്തയുടെ കയ്യിൽ ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് പൂർവി കണ്ണുകൾ അടയ്ക്കാണ്. ശരിക്കും പൂർവി നാഗകന്യകയാവാൻ 3 മണിക്കൂറാണല്ലോ ബാക്കിയുള്ളത്. അപ്പൊ ഈ 3 മണിക്കൂറിന് 13 സെക്കൻഡ് അതിങ്ങനെ എഴുതി കാണിക്കുവേ, എന്താ പറയാ 15, 14, 13 എന്നിങ്ങനെ പറയുമ്പോൾ ആ 13ാമത്തെ സെക്കൻഡിലാണ് പൂർവി കണ്ണുകൾ അടയ്ക്കുന്നത്. ഇനി 13 സെക്കൻഡ് കൂടെ കഴിഞ്ഞിട്ടാണ് പൂർവി മരിച്ചതെങ്കിൽ 13 സെക്കൻഡ് കഴിയുമ്പോൾ പൂർവി നാഗകന്യക ആയേനെ. പക്ഷെ 13 സെക്കൻഡ് കൂടി ബാക്കി ഉണ്ടായിരുന്നു. ആ 13ാമത്തെ സെക്കൻഡിലാണ് പൂർവി മരിക്കുന്നത്. അപ്പൊ ഇത്രയാണ് ഈ എപ്പിസോഡിലുള്ളത്. അപ്പൊ അടുത്ത എപ്പിസോഡ് റിവ്യൂ ആയിട്ട് ഞാൻ വരാം. സത്യം പറഞ്ഞാൽ ഈ എപ്പിസോഡ് കണ്ടിരിക്കാൻ ഭയങ്കര വിഷമമാണ്. നമ്മൾ കരഞ്ഞു പോകും കണ്ടിരിഞ്ഞു കഴിഞ്ഞാൽ. നിങ്ങൾക്ക് നാളെ മറ്റന്നാളൊക്കെ ടി വിയിൽ വരുന്ന എപ്പിസോഡാണിത്. ഞാൻ ഇത്തിരി ലെങ്ത് ആയിട്ട് പറഞ്ഞതേ ഉള്ളൂ. നാളെ മറ്റന്നാളൊക്കെ എടുത്തിട്ടായിരിക്കും ഇത് കംപ്ലീറ്റ് ആയിട്ട് ടി വിയിൽ വരാൻ പോകുന്നത്. അപ്പോൾ അടുത്ത എപ്പിസോഡ് റിവ്യൂ ആയിട്ട് ഞാൻ വരാം, അപ്ഡേറ്റുമായിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ.